എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ഓൺ ടൈം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് സമയത്തിന് തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളിൽ മിക്ക ആളുകളുടെയും ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നതാണ്. നമ്മൾ ഒരുപക്ഷെ ആ ഒരു കാര്യം ഏറ്റെടുക്കുമായിരിക്കും, ഒരു പുതിയൊരു ഉത്തരവാദിത്തമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് സ്വകാര്യമായിട്ടാണുള്ളതാണെങ്കിലും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചാൽ സമയത്തിന് തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു സംരംഭം ആരംഭിക്കാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഈ കാര്യം ചെയ്തു തീർക്കാനുള്ള ധനപരമായിട്ടുള്ള സഹായം നമുക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമുക്ക് അതിനെ ലഭ്യമാക്കണം? അതേപോലെ തന്നെ നമുക്ക് കൂടെ നിൽക്കാനായിട്ടുള്ള ആളുകളുണ്ടോ? കഴിവുള്ള ആളുകളുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലാനിങ്ങിൽ വരും. പക്ഷെ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്നത്തേക്ക് തീർക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പലർക്കും ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തിന് നോക്കിയാലും പല പല പ്രോജക്റ്റുകളും ചെറുതോ വലുതായിട്ടുള്ള പല പ്രോജക്റ്റുകളും 5 വർഷം കൊണ്ട് തീർക്കേണ്ടത് ഒരുപക്ഷെ 10, 15, 20 വർഷം കൊണ്ടൊക്കെയാണ് തീർക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ പ്ലാനിങ്ങിൻ്റെ അഭാവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങി വയ്ക്കുന്ന വലുതോ ചെറുതായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അത് സമയത്തിന് തീർക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക, അത് തീർക്കുക തന്നെ ചെയ്യണം. കാരണം ഇവിടെ ചാണക്യൻ പറയുന്ന ഒരു കാര്യം, സമയത്തിന് നമ്മൾ തീർക്കാത്ത ഒരു കാര്യം അതൊരു ഫെയിലിയർ ആണ് എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഒരു പർപ്പസ് ഉണ്ടാകും. ആ പർപ്പസ് ആ സമയത്തിനകം അത് തീർത്താൽ മാത്രമേ ആ പർപ്പസ് ശരിക്കും കൊണ്ട് ആ ഒരു ചെയ്ത കാര്യം കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഗുണം ലഭിക്കേണ്ട ആളുകൾക്ക് അത് സമയത്തിന് ലഭിച്ചാൽ മാത്രമേ പ്രയോജനം ഉണ്ടാവൂ. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് കരുതി വയ്ക്കാം. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചെറുതു വലുതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് തുടങ്ങി വെക്കുന്ന എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ സമയത്തിന് അത് നല്ല ശരിയായ രീതിയിൽ തന്നെ അതിനെ പൂർത്തീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതുവഴി നമുക്ക് നല്ലൊരു നേതാവാകാനുള്ള ഒരു കഴിവെങ്കിലും നമുക്ക് അവിടെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.